ഹായ്, പ്രൈസ് ഗോഡ്. സ്വയം പരിശ്രമിച്ച് നേടാൻ ശ്രമിക്കുന്ന ഒരുപാട് വിശ്വാസികളെ കാണുവാൻ കഴിയുന്നൊരു കാലത്തിലാണല്ലേ നമ്മളുള്ളത്. പക്ഷെ ദൈവം എപ്പോഴും പറയുന്നത് ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുക്കുക സമാധാനത്തിൽ എന്നുള്ളതാണ്. അതൊന്ന് അംഗീകരിക്കാൻ പോലും വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധിമുട്ടാണ്. എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്നും അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് തരുന്നതിനായി അവിടുന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുമുള്ള ഉറപ്പിന്മേൽ നേടുവാനായി കർത്താവിൽ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. സത്യത്തിൽ കർത്താവിന്റെ നമ്മളെ കുറിച്ചുള്ള പ്ലാൻ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇരമ്യാവ് 29:11 പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന്. എന്റെ ചോദ്യം ഇതാണ്, എത്ര ആഴത്തിലാണ് നമ്മളിത് വിശ്വസിച്ച് വെച്ചിട്ടുള്ളത്? അതോ വചനം വായിച്ചു കളഞ്ഞു എന്ന മട്ടിലാണോ നമ്മൾ നിൽക്കുന്നത്? അബ്രഹാമിന്റെയും ലോത്തിന്റെയും ചരിത്രത്തിൽ ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോൾ അവർ സ്വയമായി പിരിയാൻ തീരുമാനിക്കുകയും ലോത്ത് സ്വന്തമായി തന്നെ ഒരു ഭൂപ്രദേശം തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ആ സമയം പോലും ലോത്തിനെ കോണ്ടസ്റ്റ് ചെയ്യാതെ, സ്ക്രാമ്പിൾ ചെയ്യാതെ കർത്താവിൽ റെസ്റ്റ് ചെയ്യുകയാണ് അബ്രഹാം ചെയ്യുന്നത്. ഈ കാര്യത്തിൽ കർത്താവിൽ റെസ്റ്റ് ചെയ്ത അബ്രഹാമിന് നടന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എപ്പോഴും നമ്മളെ വണ്ടറാക്കുന്നത്. ലോത്തിന്റെ സെലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഇപ്പൊ നിന്റെ കണ്ണുയർത്തി ഒന്ന് നോക്ക്, നീ ഒന്ന് കാണ്. കർത്താവ് ആൾറെഡി പ്രിപ്പയർഡ് ചെയ്തു വെച്ച ഈസ്റ്റ് ടു വെസ്റ്റ്, നോർത്ത് ടു സൗത്ത് ഏരിയയും അതിന്റെ ഫലഭൂയിഷ്ഠതകളും ഒക്കെയാണ് അബ്രഹാമിനെ ദൈവം കാണിക്കുന്നത്. എന്ത് സൂപ്പറാണല്ലേ! അബ്രഹാം ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി പോലും കഠിനമായി പരിശ്രമിച്ചില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്വതന്ത്രമായ വേവലാതികളില്ലാത്ത സമാധാനമുള്ള ദൈവിക ആശ്രയമുള്ള ഒരു ജീവിതത്തിനായിട്ടാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. എപ്പോഴൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ച് സെക്യൂർ ആക്കുന്നതിനായിട്ട് നമ്മുടെ ജോബ്, നമ്മുടെ ഫാമിലി, നമ്മുടെ കരിയർ ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുവോ ആ സമയം ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. സ്വയമായി ടെൻഷൻ കൂട്ടുന്നതിന് പകരം അവിടുത്തെ കരങ്ങളിൽ ഒന്ന് ബലമായി പിടിച്ചാലോ? സത്യത്തിൽ ഒന്ന് വിശ്വസിക്കണം കേട്ടോ, അവിടുന്ന് നമ്മുടെ ചിന്ത അറിയുന്നു, നമ്മുടെ അറിവിന്റെ പരിമിതികളെ അറിയുന്നു, നമുക്ക് ആവശ്യമായവയുടെ വലിപ്പത്തെയും അറിയുന്നു. ഇനി വീണ്ടും നമുക്ക് അബ്രഹാമിനെ ലോത്തിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് ചിന്തിച്ചാൽ, ലോത്ത് സ്വന്തമായി തിരഞ്ഞെടുത്തു, അവസാനം സോതോമിലെത്തി ടോട്ടലി ട്രബിളിലേക്കാണ് പോകുന്നത്. എന്നാൽ അബ്രഹാം ദൈവിക തിരഞ്ഞെടുപ്പിന് വിട്ടുകൊടുത്തതുകൊണ്ട് മാത്രം ഹെബ്രോൻ ഹില്ലിൽ സമാധാനമുള്ളൊരു ജീവിതം, ഉയരമുള്ളൊരു ജീവിതം, ദൈവികമായൊരു ജീവിതം, അതിൽ സമാധാനത്തോടെ കഴിഞ്ഞു. നമ്മൾ നമ്മളെ തന്നെ കഠിനമായി പരിശ്രമിക്കുവാൻ അനുവദിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ ബെസ്റ്റ് നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിൽ റെസ്റ്റ് ചെയ്യുക. കർത്താവിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവായി ഇരിക്കുക എന്നാണോ? ഒരിക്കലുമല്ല, കർത്താവിൻ്റെ ആക്ടിവിറ്റിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഗോഡ് ഡയറക്റ്റഡ് ആക്ടിവിറ്റിയിൽ ഇരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.